പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതം എത്രത്തോളം പണിയുന്നു അത്രത്തോളം നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരും. നമ്മൾ തകർന്നു പോകുന്നു, തീർന്നു പോകുന്നു ഒക്കെ പറഞ്ഞ സ്ഥലത്തും നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ഒരു നേച്ചറാണ് എല്ലാ കാര്യങ്ങളുടെയും നെഗറ്റീവ് ആദ്യം ചിന്തിക്കും, അത് കഴിഞ്ഞ് പോസിറ്റീവ് ചിന്തിക്കുന്നു. പക്ഷേ കർത്താവ് എപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായിട്ടാണ്. അത് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആരംഭത്തിൽ നമുക്കതൊരു നമ്മളതിൻ്റെ തുടക്കമൊക്കെ പല കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് സംശയം വന്നേക്കാം, ഇത് പ്രശ്നമാവുമോ, ഇത് കുഴപ്പമാവുമോ. കാരണം മനുഷ്യൻ എപ്പോഴും നല്ലതിനേക്കാൾ നെഗറ്റീവ് ചിന്തിക്കാനായിട്ടാണ് ഒരു മനുഷ്യന്റെ നേച്ചർ അങ്ങനെ. നമ്മളെക്കുറിച്ച് ഒരാൾ നല്ല വാക്ക് പറഞ്ഞിരുന്നിരിക്കട്ടെ, അപ്രീഷിയേറ്റ് ചെയ്തു, നമ്മളെ നല്ല പോലെ നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണെന്ന് പറഞ്ഞു, നമ്മളത് ചിലപ്പോൾ 2 ദിവസത്തിനകത്ത് മറക്കും. പക്ഷെ നമ്മളെ മുറിപ്പെടുത്തി ഒരു വാക്ക് പറഞ്ഞാൽ ഒരു പക്ഷെ വർഷങ്ങളോളം നമ്മുടെ മനസ്സിൽ ആ ഓർമ്മ കിടക്കും. ഇപ്പൊ നമ്മുടെ അകത്ത് എത്രത്തോളം ദൈവവചനത്തോട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന അത്രത്തോളം നമ്മുടെ മൈൻഡ് ഉണ്ടല്ലോ. യെസ്, ഗാഡ് ഈസ് ഗുഡ്, ഗാഡ് ഈസ് ഗുഡ്, ഓൾവേസ് ഗാഡ് ഈസ് ഗുഡ് എന്നുള്ള ആ ഒരു ഉറപ്പ് നമ്മുടെ അകത്ത് വരും. യെസ്, ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എത്ര മാത്രം നിരാശ നിറഞ്ഞതും പ്രതികൂലം നിറഞ്ഞതുമായിക്കോട്ടെ, തകർന്നതായിക്കോട്ടെ, ദൈവം നിങ്ങളുടെ ജീവിതത്തെ പണിയാൻ ശക്തനാണ്. ഹല്ലേലൂയ. ദൈവവചനത്തിൽ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്, എൻ്റെ ജനം അറിവില്ലായ്മ നിമിത്തം പ്രവാസത്തിലേക്ക് പോകും. അത് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ പറയുമ്പോൾ, ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുകയാണ്, എൻ്റെ ജനം അറിവില്ലായ്മയാൽ നശിച്ചു പോകും. അപ്പോഴ് എങ്ങനെ അറിയുന്നത് അല്ലെ? കർത്താവിനെ കുറിച്ച് അറിയണമെങ്കിൽ നമുക്കുള്ള ഏറ്റവും വലിയ വഴിയാണ് ദൈവവചനം വായിക്കുക എന്നുള്ളത്. നമ്മൾ എത്രത്തോളം വചനം വായിക്കുന്നു അത്രത്തോളം നമുക്ക് ദൈവത്തെ അറിയാൻ പറ്റും. നാം എത്രത്തോളം ദൈവത്തെക്കുറിച്ച് അറിയുന്നു അത്രത്തോളം നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നമ്മൾ അറിവില്ലായ്മയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അറിവ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫ്രീ ആവും. അപ്പോ അറിവില്ലായ്മയാൽ നശിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ അറിവ് വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ നശിക്കത്തില്ല. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് ദൈവവചനം. ദൈവവചനത്തെ രാവും പകലും ധ്യാനിക്കുക. ദൈവവചനം നമ്മുടെ ജീവിതത്തിന് ഏറ്റവും മുതൽക്കൂട്ടാണെന്ന് മനസ്സിലാക്കുക. ദൈവവചനം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായിട്ട് മാറുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്റെ വചനം കേട്ട് ചെയ്യുന്നവനൊക്കെ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. ഇപ്പൊ കർത്താവിന്റെ വചനം കേൾക്കുക. കർത്താവ് വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വിശ്വാസം കൊണ്ടത് ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം, വിശ്വാസം കൊണ്ടത് ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് അവിടെ പറയുമ്പോൾ നമുക്കറിയാം, നമ്മള് റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് കേൾക്കുന്ന വചനമില്ലേ, കേൾക്കുന്തോറും നമ്മുടെ അകത്ത് എന്ത് വിശ്വാസം ബിൽഡാവും, വിശ്വാസം പണിയപ്പെടും, നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ ദൈവവചനം കേൾക്കുക, ദൈവവചനം വായിക്കുക. ഞാനതിന് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ വചനം വായിക്കണം. ഞാനിതൊരു ഉദാഹരണം പറയുന്നതാണ്. നമ്മൾ പുറമേ നിന്ന് പോയി ഭക്ഷണം കഴിക്കാറുണ്ട് ഫാമിലിയായിട്ട്. ഇന്നത്തെ കാലത്ത് എല്ലാം അത് നോർമലായി മാറി. ഒരു കാലത്ത് അങ്ങനെ വളരെ റെയറായിരുന്നു, പക്ഷെ ഇന്ന് എല്ലാവരും. അപ്പൊ നമ്മൾ പുറമേ ഒരു സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം അവര് ഒരു ലാഭത്തിന് വേണ്ടി നിശ്ചയമായിട്ടും അവരൊരു സേവനമായിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ എന്നാൽ അവരുടെ പ്രധാന ഉദ്ദേശം ആ സ്ഥാപനത്തെ നിലനിർത്തണം, ആ നടത്തുന്നവർക്കുള്ള ആ ഒരു പ്രയോജനം ഉണ്ടാകണം. അതിനൊക്കെയാണല്ലോ അങ്ങനത്തെ സ്ഥാപനങ്ങൾ അവർ നടത്തുന്നത്. ആ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മുടെ ആരോഗ്യം അനുസരിച്ചൊന്നുമല്ല അവർ ചെയ്യുന്നത്. അവർക്ക് കിട്ടാവുന്ന നല്ല വസ്തുക്കൾ വാങ്ങിക്കുകയും നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല ടേസ്റ്റിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടുത്താൻ പറ്റും അതെല്ലാം അവർ ഉൾപ്പെടുത്തി നമുക്ക് രുചികരമായ ഭക്ഷണം തരും. അപ്പോൾ അവിടെ ഒരിക്കലും നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ നോർമലി അവരുടെ ഒരു പാറ്റേൺ ഉണ്ട്, അതനുസരിച്ചായിരിക്കും അവരുടെ ഭക്ഷണം നമുക്ക് ക്രമീകരിച്ച് തരുന്നത്. എന്നാൽ നമ്മൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, ഒരു മാതാവ് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴോ, ഒരു ഭാര്യ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴോ, ഒരു മാതാവ് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഹസ്ബൻഡിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കും, കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കും. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇണങ്ങിയ നിലയിലുള്ള ഭക്ഷണമായിരിക്കും ഒരു അമ്മ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവർ, നമ്മൾ
നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് വചനം കേൾക്കുന്നത് നല്ലതാണ്. നിശ്ചയമായിട്ടും അത് നമ്മളോട് വചനം പറയുന്നത് നമ്മളത് അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റിച്ച് ആകണം, നമ്മൾ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ള ആഗ്രഹത്തോട് തന്നെയാണ് അവർ ചെയ്യുന്നത്. എന്നാൽ അത് നമ്മൾ പുറത്തൊരു ഭക്ഷണശാലയിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിന് സമമാണ്. അത് നമുക്ക് തൃപ്തി തരും, നമുക്ക് രുചി തരും, നമുക്ക് അപ്പോൾ ആ സമയത്തേക്ക് എനർജി തരും, എല്ലാം ശരിയാവും. പക്ഷെ നമ്മുടെ ആരോഗ്യത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ആവശ്യം അനുസരിച്ചല്ല. പക്ഷെ വീട്ടില് അമ്മ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും നമ്മുടെ ആരോഗ്യത്തെ എല്ലാം കൂടുതൽ പ്രാധാന്യത്തോട് കണ്ടുകൊണ്ടായിരിക്കും ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നാം വ്യക്തിപരമായിട്ട് ദൈവവചനം വായിച്ച്, വീട്ടിലിരുന്ന് വചനം വായിച്ച്, വ്യക്തിപരമായ വചനം ധ്യാനിച്ച്, നമുക്ക് ദൈവം തരുന്ന വെളിപ്പാടുകൾ എഴുതി, അതിനെ മനസ്സിലാക്കി, അതിനെ റിസീവ് ചെയ്ത്, അതിനെ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് അർത്ഥവത്തായ ജീവിതം നയിക്കാനായിട്ട് ഇടയാക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്, നിങ്ങൾ അതിനൊരു ഡെഡിക്കേറ്റഡ് ടൈം കണ്ടെത്തണം. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആളുകൾ ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഈ 1-ാം തീയതി നമ്മൾ എവിടെയെങ്കിലും ചെന്നു, ഒരു വചനം കേട്ടു, അതോടുകൂടെ എല്ലാം ശരിയായി, എന്നൊരു പ്രവചനം കേട്ടു, അല്ലെങ്കിൽ ഒരു വചനം വായിച്ചു, ഇന്നത്തെ വാഗ്ദത്ത വാക്യം കിട്ടി, അതോടുകൂടെ കഴിഞ്ഞു. അല്ലല്ല പ്രിയപ്പെട്ടവരെ, യോശുവയോട് കർത്താവ് പറഞ്ഞ കാര്യമാണ്, നിന്റെ വഴിയിൽ നീ കൃതാർത്ഥനായിരിക്കേണ്ടതിന്. അവിടെ 2 കാര്യമാണ് പറയുന്നത്. ഒന്ന്, ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്, സക്സസ്ഫുൾ ആൻഡ് പ്രോസ്പെറസ്. സക്സസ് ഈസ് കം ഫ്രം യുവർ ഹാർഡ് വർക്ക്. ജയം വരുന്നത് നിന്റെ കഠിനാധ്വാനത്തിൽ നിന്നാണ്. പക്ഷെ പ്രോസ്പെറിറ്റി, സമൃദ്ധി എന്ന് പറഞ്ഞാൽ അത് മനസ്സിലുണ്ടാകുന്നതാണ്, അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇവിടെ ദൈവവചനം ധ്യാനിക്കണം. ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ യു മെയ്ഡ് യുവർ വേ പ്രോസ്പർ എന്നാണ്. നീ നിന്റെ വഴികളെ ഭംഗിയായിട്ട് ചെയ്യും, നിനക്ക് അത് ചെയ്യാൻ സാധിക്കും. അപ്പൊ എപ്പോഴാണ് ഈ വചനം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന കൃപ എന്താണെന്നറിയോ? വചനം ധ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്ന കൃപ, നമുക്കൊരു ബോധ്യം ഉണ്ടാകും, ഐ ക്യാൻ ഡു ദിസ്, എനിക്കിത് സാധ്യമാണ് എന്ന ഉറപ്പ് നമ്മളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിനകത്ത് തകരുകയോ തളരുകയോ നിരാശപ്പെടുകയോ ചെയ്തു എന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, നിങ്ങൾ വചനം വായിക്കുക. വചനം നിങ്ങളുടെ ജീവിതത്തെ റിസ്റ്റോർ ചെയ്യും. വചനം നിങ്ങളുടെ ജീവിതത്തെ വീണ്ടും പണിയും. നിങ്ങളൊരു അനുഗ്രഹമാക്കി തീർക്കും. ഹല്ലേലൂയ. അപ്പൊ ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിലേക്ക് നിങ്ങൾ കടന്നു പോകാനായിട്ട് ദൈവകൃപ മതിയായതാണ്. ആ ദൈവത്തോട് ചേർന്ന് നിന്നേ, ആ ദൈവ സാന്നിധ്യത്തെ ചേർത്ത് പിടിച്ചേ, ആ കർത്താവിന്റെ കൂടെ നിന്നേ, നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഒരു സംശയമില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവവചനത്തോട് ചേർന്ന് നടക്കുമ്പോൾ ഹല്ലേലൂയ, ഈ വചനം വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. ഹല്ലേലൂയ. എങ്ങനെയാണ് ക്രിസ്തുവിലാകുക എന്നതിനെ കുറിച്ച് 16-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ പോലും ജഡപ്രകാരം അറിഞ്ഞുവെങ്കിൽ ഇനി മുതൽ അങ്ങനെ അറിയുന്നില്ല, ഇനി മേലാൽ അങ്ങനെ അറിയുന്നില്ല. അതിനോട് ചേർന്ന് പറയുകയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ കരുതൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ കാര്യം ചെയ്യാനായിട്ട് പദ്ധതിയിടുമ്പോൾ, നാം പലപ്പോഴും ജഡപ്രകാരം പ്രതികരിച്ച് പരാജയപ്പെട്ടു പോകാറുണ്ട്, അല്ലെ? ഇവിടെ പൗലോസ് പറയുന്നത്, ഞങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ആരെയും. എന്താണ് ജഡപ്രകാരം? അതായത് ദൈവം എപ്പോഴും റൂട്ട് കോസിനെ, അതായത് കാര്യങ്ങളുടെ അടിസ്ഥാന പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത്. റൂട്ട് കോസ്. അതായത് നമുക്കറിയാം, അക്കരയ്ക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ അക്കരയ്ക്ക് പോകുന്നവനായ യേശുക്രിസ്തു കാറ്റിനെ ശാസിച്ചു, കടലിനെ അല്ല, കാറ്റിനെ. കാരണം കാറ്റാണ് ഈ കടലിനെയും പ്രക്ഷുബ്ധമാക്കുന്നത്. കടല് ശാന്തമായിട്ടിരിക്കുക, പക്ഷെ ഈ കാറ്റടിക്കുന്നതുകൊണ്ടാണ് തിരമാല ഉണ്ടാകുന്നത്. അപ്പോ ഈ കർത്താവ് റൂട്ട് കോസിനെ ബ്രേക്ക് ചെയ്തു, കാറ്റിനെ ശാസിച്ചു. നമുക്കറിയാമേ, ദൈവം മോശയെ ഫറവോന്റെ അടുക്കലേക്ക് അയച്ചത്, അല്ലാതെ മോശ അയച്ചത് അവിടുത്തെ ഊഴിയ വേലക്കാരന്റെ അടുക്കലേക്കല്ല. കാരണം റൂട്ട് കോസ് കൈകാര്യം ചെയ്യണം, അതിന്റെ അടിസ്ഥാന പ്രശ്നത്തെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ആമേൻ. അപ്പോഴ്
നമുക്കറിയാം യേശുവിനെ ക്രൂശിൽ മരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തതിന് നമ്മുടെ പാപം പരിഹരിക്കപ്പെടാനായിട്ട്. കാരണം അടിസ്ഥാന കാര്യം പരിഹരിക്കപ്പെടണം. അപ്പൊ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തത് അടിസ്ഥാനം, നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ഒരു വിടുതൽ ഉണ്ടാകാനായിട്ട്, നമ്മുടെ ഉള്ളിൽ ആ മാറ്റം ഉണ്ടാകാനായിട്ട്. ദാറ്റ്സ് ഗോഡ് ഡിഡ്. ക്രൂശിൽ അത് ചെയ്തു. അപ്പൊ അങ്ങനെ കർത്താവ് ആ ക്രൂശിൽ നമ്മുടെ പാപത്തെയും ശാപത്തെയും വിടുവിച്ചവനായ കർത്താവ്, നമ്മളെ മാനിച്ചവനായ കർത്താവ്, നമ്മുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ കാര്യങ്ങളെ ചെയ്യാനായിട്ട് ശക്തൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടായി, ആരോഗ്യപരമായ വിഷയം ഉണ്ടായി, സാമ്പത്തികമായിട്ടൊരു പ്രോബ്ലം ഉണ്ടായി. ഉടൻ തന്നെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ അറിവില്ലായ്മയും കഴിവില്ലായ്മയും, ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവര് അവരങ്ങനെ ചെയ്തുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്ന ചില ശത്രുക്കളായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ചിലരുണ്ട്. നമ്മുടെ നന്മ ആഗ്രഹിക്കാത്ത ചിലരുണ്ട്. നമ്മൾ ഉടനെ അവരെയൊക്കെ ചിന്തിക്കും, അവർ കാരണം ഈ പ്രശ്നം ഉണ്ടായി, ഇവർ കാരണം, അവർ പരാതി പറഞ്ഞുകൊണ്ട്, അവരിവരും പരാതി പറഞ്ഞുകൊണ്ട് ഒന്നുമല്ല പ്രശ്നം. നിങ്ങൾ അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തണം. വചനം ഇങ്ങനെയാണ് പറയുന്നത്, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും അറുക്കാനും മുട്ടിക്കാനുമാണ്, ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനായിട്ടാണ്. അപ്പോ യേശുക്രിസ്തു വെളിപ്പെട്ടതിനെ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിലെ ദാരിദ്ര്യങ്ങളും പ്രശ്നവും പ്രതികൂലവും എല്ലാം കാണുമ്പോൾ നമ്മൾ അതിന്റെ റൂട്ട് കോസ്, അതിന്റെ സ്പിരിറ്റ് റലത്തിലുള്ള റൂട്ട് കോസിനെ കൈകാര്യം ചെയ്യണം. നമ്മളൊരു വ്യക്തിയെ ശത്രുവായിട്ട് കാണും, നമ്മുടെ സാഹചര്യത്തെ പ്രതികൂലമായിട്ട് കാണും, നമ്മുടെ ആരോഗ്യ പ്രശ്നം അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടല്ല. നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങളുടെ അകത്തൊരു അഭിഷേകമുണ്ട്. നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ടല്ല. നമ്മൾ പലപ്പോഴും പറയില്ലേ പ്രവൃത്തി ദോഷം അല്ല, പ്രവൃത്തിയുടെ ദോഷം കൊണ്ടല്ല, നിങ്ങളുടെ വിശ്വാസത്തിന്, നിങ്ങളുടെ അറിവില്ലായ്മയുടെ പ്രശ്നമാണ്. നിങ്ങൾ എപ്പോഴാണോ വിശ്വസിക്കുന്നത് യേശുവിന്റെ രക്തം കൊണ്ട് എൻ്റെ പാപം കഴുകപ്പെട്ടു, ഞാൻ നീതിമാനാണ്, ഞാൻ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടു, ദൈവ പൈതലാണെന്നുള്ള ബോധ്യം നമ്മുടെ അകത്ത് വരുന്നതോടുകൂടെ സ്ഥിതി മാറും. പ്രിയപ്പെട്ടവർ, സ്ഥിതി മാറും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ എവിടെയെങ്കിലും തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നിങ്ങൾ ഹല്ലേലൂയ നിങ്ങൾ പ്രയാസത്തിലും പ്രതികൂലങ്ങളും കൂടെ പോയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അതിന് കാരണം നിങ്ങളുടെ പ്രവൃത്തിയെ നിങ്ങൾ കാണരുത്. നിങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ടല്ല നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ ചോദിച്ചു, ഇവൻ കുരുടനായി പിറക്കത്തക്കോണം ആരെ തെറ്റ് ചെയ്തു, ഇവനോ ഇവന്റെ മാതാപിതാക്കളോ? കർത്താവ് പറഞ്ഞാൽ ഇവന്റെ ഭാവമൊന്നുമല്ല, ആരുടെയും ഭാവമല്ല, ദൈവപ്രവൃത്തി അവങ്കിൽ വെളിപ്പെടേണ്ടതിന്. അപ്പോഴ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് കുറവുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ബലഹീനത ഉണ്ടായിട്ടിരിക്കാം. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ ബലഹീനതകളുടെയും കുറവുകളുടെയും എല്ലാത്തിനും പരിഹാരം യേശു ക്രൂശിൽ വരുത്തിയില്ലേ? നമ്മുടെ സകല പാപത്തിനും പരിഹാരം യേശു ക്രൂശിൽ വരുത്തിയില്ലേ? സകല പാപത്തിനും, നമ്മുടെ സകല ബലഹീനതകൾക്കും യേശു ക്രൂശിൽ പരിഹാരം വരുത്തിയില്ലേ? അങ്ങനെ നമ്മുടെ സകല പാപത്തിനും നമ്മുടെ സകല കുറവുകൾക്കും യേശു ക്രൂശിൽ പരിഹാരം വരുത്തിയിരിക്കെ നമ്മളത് വിശ്വസിക്കാത്തത് കൊണ്ടല്ല നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം. അല്ല, നമ്മുടെ പാപമല്ല നമ്മുടെ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം. നമ്മുടെ പാപത്തിന് യേശുക്രിസ്തു പരിഹാരം വരുത്തി എന്നുള്ള അറിവില്ലായ്മയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ രോഗമല്ല പ്രശ്നം, യേശുക്രിസ്തു നമ്മുടെ രോഗത്തിന് വേണ്ടി ക്രൂശിൽ അടിക്കപ്പെട്ടു എന്നുള്ള അറിവില്ലായ്മയാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ ശാപമല്ല പ്രശ്നം, യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ ശാപമായി തീർന്നു, ഞാൻ അനുഗ്രഹമായി മാറി എന്ന അറിവില്ലായ്മയാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ ദാരിദ്ര്യമല്ല പ്രശ്നം, അവന്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടതിന് അവൻ ദരിദ്രനായി തീർന്ന കൃപയെ നമ്മൾ അറിയാത്തതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ ഇത് ഒരുവൻ ക്രിസ്തുവിലാകുക, ജഡപ്രകാരം അവനെ അറിയുന്നില്ല, ജഡപ്രകാരം അറിയുന്നില്ല ഞാൻ, പക്ഷെ ഞാൻ അറിയുന്നത് ആത്മാവിലാണ്. എന്റെ പാപത്തിനു വേണ്ടി ശാപത്തിനു വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തവനായ കർത്താവ്, തന്നെ മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തവനായി, അടിക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്തവനായ കർത്താവ്, ആ കർത്താവിനെ കുറിച്ചുള്ള ആ അറിവാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുന്നത്. ആ അറിവാണ് നമ്മുടെ ജീവിതത്തിൽ അർത്ഥപൂർണമായ ജീവിതം നയിക്കാൻ, ജയമായ ജീവിതം നയിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയും, ഞാൻ ഒരു കാര്യം ചെയ്യുക, ഞാൻ പിൻപിലുള്ളത് മറന്നുകൊണ്ട് മുമ്പിലേക്ക് ആഞ്ഞുകൊണ്ട് എൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുക. അങ്ങോട്ട് നോക്കി എൻ്റെ നോട്ടം എവിടാന്നറിയോ? ഹല്ലേലൂയ, എനിക്കൊരു വിളി വെച്ചിട്ടുണ്ട്, എനിക്കൊരു നിയോഗം വെച്ചിട്ടുണ്ട്, എൻ്റെ നോട്ടം അങ്ങോട്ടാണ്, ഞാൻ ഓടുന്നത് അങ്ങോട്ടാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇവിടെ വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ, അവിടെ ഞാൻ പിൻപിലുള്ളതെല്ലാം മറന്നു. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ഫിലിപ്പ് ലേഖനത്തിൽ അതിന്റെ 3-ാം അധ്യായത്തിൽ അതിന്റെ 14-ാമത്തെ വാക്യം. ഫിലിപ്പ് ലേഖനം എന്റെ 3-ാം അധ്യായം 14-ാം വാക്യം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പൊ നമുക്ക് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്.
പിൻപിലുള്ളതെല്ലാം മറന്ന് മുൻപിലുള്ളതിലേക്ക് നോക്കി, മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. അപ്പൊ ഒരു ലാക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങൾ വെറുതെ നിങ്ങളുടെ മാർക്കറ്റിൽ, നിങ്ങളുടെ അടുത്തുള്ള ഒരു മാർക്കറ്റിൽ പോയെന്നിരിക്കട്ടെ, നിങ്ങളുടെ അവിടെയുള്ള ഒരു സ്ഥാപനത്തിൽ പോയെന്നിരിക്കട്ടെ, വെറുതെ ചുമ്മാ പോയതാണ്, ഒരു സമയം പോകാനായിട്ട് വൈകുന്നേരമായപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങൾ കൂടെ നടക്കാൻ ഇറങ്ങി, ഒരു പാർക്കിൽ പോയി, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് പ്ലേസിൽ പോയി, എവിടെയും നിങ്ങൾ അവിടെ ചെന്നു. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അവിടെയുള്ള എല്ലാ വസ്തുവകകളെയും ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്തു നോക്കും, അവിടെയുള്ള ബോർഡുകൾ നോക്കും, അവിടെയുള്ള ആളുകളെ നോക്കും, അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന വസ്തുവകകളെ നോക്കും, ആ പാർക്കിൽ വന്നിരിക്കുന്ന ആളുകളെ നോക്കും, അവിടെ എന്റർടൈൻമെന്റിന് വേണ്ടി വെച്ചിട്ടുള്ളതായ മെഷീനുകൾ നോക്കും. നമ്മൾ പല കാര്യങ്ങളും നോക്കും. ചിലപ്പം അതിനെക്കുറിച്ച് കഥകൾ പറയും, അവിടെ ഇരുന്നുകൊണ്ട് വേറെ എന്തൊക്കെയോ നമ്മൾ സംസാരിക്കും. ആ പാർക്കിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയോ സംസാരിക്കും. ആ മാർക്കറ്റിൽ നടക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപക്ഷെ എല്ലാത്തിനും വില ചോദിച്ചെന്നിരിക്കും. അവിടെ ചിലതിനെക്കുറിച്ച് നമ്മൾ കമന്റ് പറയും, നമ്മൾ പറയും അത് നല്ലതാണ്, ഇത് കൊള്ളത്തില്ല, ഞാനിത് വാങ്ങിച്ചിട്ടുണ്ട്, എനിക്കിതുണ്ട്, അത് ഞാൻ മേടിച്ചിട്ട് പെട്ടെന്ന് അത് കേടായിപ്പോയി. അത് നമ്മൾ ഒരുപാട് പല വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അവിടെ നടത്തും. ഒരു പക്ഷേ അവിടെ ശരിയല്ലാത്ത നിലയിൽ ഒരു വ്യക്തി അവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടാൽ നമ്മൾ ഉടനെ അദ്ദേഹത്തെ കുറിച്ച് കമന്റ് ചെയ്യും, അദ്ദേഹം എന്തിനാ അങ്ങനെ പറഞ്ഞത്, ശരിയല്ലാത്ത നിലയിലുള്ള ആൾ ഓടുന്ന കണ്ടാൽ, നടക്കുന്ന കണ്ടാൽ നമ്മൾ ഇവരൊക്കെ എന്താ ഇങ്ങനെ ചെയ്യുന്നത്, നമ്മൾ എല്ലാ കാര്യങ്ങളെയും വിലയിരുത്തുകയും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്യും. എപ്പോഴാണ് നമ്മൾ ജസ്റ്റ് വെറുതെ അവിടെ വരെ പോയി എന്ന് വരുമ്പോൾ ഈ തരത്തിലുള്ള എല്ലാ കമന്റുകളും നമ്മുടെ നാവിൽ നിന്ന് വരും. എന്നാൽ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ അവിടെ പോയിരിക്കുന്നത് നിങ്ങൾ ഒരു എന്താ പറയുന്നത് ഉദ്ദേശത്തോടു കൂടിയല്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാ നിലയിലുള്ള കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുകയും അവിടെ വെച്ച് നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളെ കണ്ടാൽ നിങ്ങൾ അവരോട് കുറേ നേരം സംസാരിക്കും, പല കാര്യങ്ങളും സംസാരിക്കും, പഴയ കാര്യങ്ങൾ. നിങ്ങളുടെ ഒരു പഴയ സുഹൃത്തിനെ മാർക്കറ്റ് പ്ലേസിൽ വെച്ചോ അല്ലെങ്കിൽ പാർക്കിൽ വെച്ചോ കണ്ടാൽ നിങ്ങൾ പഴയ കഥകളൊക്കെ പറയും. നിങ്ങൾ എന്തെങ്കിലും ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നിങ്ങൾ സമയം കളയും. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുകയും, നിങ്ങൾ ഓട്ടക്കളത്തിൽ ഓടുക, ഒരു ലക്ഷ്യത്തോടു കൂടി ഓടുക. അത് ഒരു ദീർഘദൂരമായിരുന്നിരിക്കും, അല്ലെങ്കിൽ ചെറിയ ദൂരമായി ഓട്ടക്കളത്തിൽ ഓടുക. ആ സമയത്ത് ഇവിടെ നിങ്ങൾ ഈ മാർക്കറ്റിൽ കേട്ട പോലെ തന്നെയുള്ള ശബ്ദകോലാഹലങ്ങളുണ്ട്. ഓഡിയൻസ് അവിടെ ഇരുന്ന് ബഹളം വയ്ക്കുന്നുണ്ട്, നിങ്ങൾക്ക് അനുകൂലമായും പ്രതികൂലമായും ശബ്ദം ഉയർത്തുന്നുണ്ട്, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന നിലയിൽ ഒരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഓഡിയൻസിൽ പല വസ്ത്രധാരണമുള്ളവരുണ്ട്, പലതരത്തിൽ ബിഹേവ് ചെയ്യുന്നവരുണ്ട്, പല സംസ്കാരമുള്ളവരുണ്ട്, അവിടെ ശബ്ദമുണ്ട്, അവിടെ പലതരത്തിൽ വസ്തുവകകളുണ്ട്, മനോഹരമായ പലതും അവിടെ കണ്ടേക്കാം, മനോഹരമായ ഒരു ബോർഡ് കണ്ടേക്കാം. ആ ഓഡിയൻസിനകത്ത് നിങ്ങളുടെ മാതാപിതാക്കൾ കണ്ടേക്കാം, നിങ്ങളുടെ ശത്രുക്കൾ കണ്ടേക്കാം, നിങ്ങളെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ കണ്ടേക്കാം, പലരും അവിടെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ശ്രദ്ധ അവിടെ ഒന്നും ആയിരിക്കത്തില്ല. നിങ്ങൾ ഓട്ടക്കളത്തിൽ, നിങ്ങൾ അവിടെ വന്ന് നിൽക്കുന്നത് ഓടാനായിട്ടാണ്. നിങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കും, നിങ്ങളെ നിർത്താൻ പറ്റത്തില്ല, നിങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കും. കാരണം എന്താ? നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങൾ ആ കളത്തിൽ നിൽക്കുന്നത്. നിങ്ങളൊരു ലക്ഷ്യത്തോടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്, നമ്മുടെ ജീവിതത്തിന്റെ ഗുണത്തിന്, നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ലക്ഷ്യത്തിലേക്ക് ഓടുക. ശ്രദ്ധ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കുക. അഥവാ ഞാൻ അതിനെ രണ്ട് രീതി പറയാം. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടാവണം. ഹല്ലേലൂയ. ആ ലക്ഷ്യത്തിലേക്ക് ഓടാനായിട്ട് ഞാൻ എൻ്റെ കൂട്ടായ്മയിലുള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ട്. 3 കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1, ഹല്ലേലൂയ, ഒരു വിഷൻ ഉണ്ടാവണം. 2, അതിനൊരു സ്ട്രാറ്റജി ഉണ്ടാവണം. 3, അതിനുവേണ്ടി ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും ദർശനമില്ലാത്തടത്ത് ജനം വഴിതെറ്റി പോകുന്നു എന്നാണ് പറയുന്നത്. ദർശനമില്ലാത്തെന്ന് പറഞ്ഞാൽ എന്താ? അതായത് നേതൃത്വത്തിന് ദർശനമില്ലാത്തതും കൂടെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്. അത് ശരിയായിരിക്കാം. പക്ഷെ ഞാൻ പറയും, അതിനപ്പുറത്ത് നമുക്ക് ഓരോരുത്തർക്കും ഒരു ദർശനമില്ലാതിരുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു അർത്ഥവുമില്ല. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് ജീവിതത്തിനകത്ത് ആദ്യമായിട്ട് വേണ്ടത് ഒരു വിഷൻ ഉണ്ടാവണം. ആ വിഷന് വേണ്ട സ്ട്രാറ്റജി, ആ വിഷനിൽ ഞാൻ എങ്ങനെ എത്തും, അതിന് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും. ഒന്നാമത് വിഷൻ ഉണ്ടാവണം. ആ വിഷനിലേക്ക് എത്താനുള്ള സ്ട്രാറ്റജി ഉണ്ടാവണം. ആ സ്ട്രാറ്റജി നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ആ ദർശനത്തിലേക്ക്, പഠിക്കുന്ന കുഞ്ഞുങ്ങളാകട്ടെ, നിങ്ങളുടെ ഹൗസ് വൈഫ്സ്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാകട്ടെ, ബിസിനസ് ചെയ്യുന്നവരാകട്ടെ, ശുശ്രൂഷ ചെയ്യുന്നവരാകട്ടെ, നിങ്ങൾക്കൊരു ദർശനം ഉണ്ടാവണം. നിങ്ങൾക്കൊരു ദർശനത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതം ഒരു ദർശനത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ദർശനത്തിൽ എത്തുക എന്ന് പറയുമ്പോൾ, ഒരു ദർശനമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താ കാര്യം എന്ന് പറയുന്നത്, ത്യാഗമായിട്ട് അവരൊന്നും ചിന്തിക്കത്തില്ല. മറ്റുള്ളവർ പറയും, ഞാൻ എന്ത് സാക്രിഫിഷ്യൽ ആയിട്ടാണ് കാര്യം ചെയ്യുന്നതെന്ന് പറയാം. അല്ല, ഒരു ലക്ഷ്യത്തോടെ ചെയ്യുന്ന ആൾ സാക്രിഫിഷ്യൽ ആയിട്ടൊന്നുള്ള വാക്ക് ഉപയോഗിക്കത്തില്ല.
കാരണം അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യവും ഒരു ലക്ഷ്യത്തിലേക്കാണ്. അപ്പോൾ ആ ലക്ഷ്യം മനസ്സിൽ സെറ്റ് ചെയ്യണം. അത് ഏറ്റവും നല്ലതായിരിക്കണം. നിങ്ങളുടെ കഴിവിനോ നിങ്ങളുടെ പരിമിതിക്കോ ഒത്തവണ്ണം ആയിരിക്കരുത് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ അകത്ത് കിടക്കുന്ന പാഷന്റെ ബേസിൽ വേണം. നിങ്ങളുടെ അകത്തുള്ള ഫെയ്ത്ത്, നിങ്ങളുടെ അകത്തുള്ള ദൈവവചനം, നിങ്ങളുടെ അകത്തുള്ള കർത്താവിൽ ഉറപ്പില്ലേ, അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം. യേശു ക്രിസ്തു ക്രൂശിൽ നിങ്ങളുടെ പാപവും ശാപവും ചുമന്നുകൊണ്ട് മരിച്ചില്ലേ, അവൻ തകർന്നു അടിക്കപ്പെട്ടില്ലേ, അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു വെക്കാനായിട്ട്. ആ അടിസ്ഥാനത്തിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു വെക്കുകയും അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് നിങ്ങളൊരു ലക്ഷ്യം, അത് ഓരോ മാസത്തേക്ക്, ഓരോ ആഴ്ചത്തേക്ക്, ഓരോ വർഷത്തേക്ക് നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യണം. നിങ്ങൾക്കൊരു ഒരു കാരണം എന്താ പറയുക, നമുക്ക് കർത്താവിൽ വിശ്വസിക്കുന്ന നമുക്ക് ഒരിക്കലും നമ്മൾ പുറകോട്ട് നോക്കി ഇന്നലത്തെ പരാജയങ്ങളെ പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയാനുള്ളവരല്ല നമ്മൾ. ഇന്നലത്തെ പരാജയത്തെ പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ പാഴാക്കരുത്. യേശു ക്രിസ്തു, ആമേൻ, ഹല്ലേലൂയ, അത് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുക, നിങ്ങൾ ഇന്നലെ ചെയ്തതിനെ കുറിച്ച് നിങ്ങൾ ഓർക്കരുത്. യേശു ക്രിസ്തു ഇന്നലകളിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതിനെ ഓർക്കണം. നിങ്ങൾ ചെയ്തത് ഓർത്താൽ നിങ്ങൾ മണ്ടത്തരം കാണിച്ചു, അബദ്ധം കാണിച്ചു, തെറ്റുപറ്റി കുറ്റബോധത്തിനകത്ത് കിടന്ന് നിങ്ങൾ കുഴയും. നിങ്ങൾക്ക് വിരോധമായി മറ്റുള്ളവർ ചെയ്തത് നിങ്ങൾ ഓർത്താലോ നിങ്ങളുടെ അകത്ത് എന്ത് സംഭവിക്കും? നിങ്ങളുടെ മനസ്സിൽ വല്ലാത്ത എന്താ പറയുന്നത്, ദേഷ്യം ഉണ്ടായിരിക്കും, അൺഫോർഗിവ്നെസ് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സക്സസ് എന്ന് പറയുന്നത്, ഒരു ജയിക്കുക എന്ന് പറയുന്നത്, സക്സസ് എന്ന് പറയുന്നത് മാൻമെയ്ഡാണ്. അതായത് സക്സസ് എന്ന് പറയുന്നത് പുറമേ ഉള്ളതാണ്, പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ അകത്തുള്ളതാണ്. അതായത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് സക്സസ് ആകാം, അല്ലേ? നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ജ്ഞാനമുണ്ട്, സാഹചര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് സക്സസ് ആകും. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മെന്റാലിറ്റി ഉണ്ട്, ഡെഡിക്കേഷൻ ഉണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്, നിങ്ങൾക്ക് സക്സസ് ആകും. പക്ഷേ ഈ പ്രോസ്പർ ആകുക എന്ന് പറയുന്നത് അത് വ്യത്യാസമാണ്. യോശുവയോട് പറഞ്ഞ കാര്യമാണ്, കർത്താവ് പറഞ്ഞ കാര്യമാണ്, നീ സക്സസും ആയിരിക്കും പ്രോസ്പറും ആയിരിക്കും. അതായത് ഈ പ്രോസ്പർ ആവുക എന്ന് പറഞ്ഞാൽ, പ്രോസ്പർ ആയ ഒരു മനുഷ്യനെ സംബന്ധിച്ച് സക്സസിലല്ല അവന്റെ ഫോക്കസ്. അവൻ പ്രോസ്പർ ആയതുകൊണ്ട് സക്സസ് ആയാലും ചില കാര്യങ്ങൾ സക്സസ് ആയില്ല എങ്കിലും അവന് സന്തോഷത്തിന് കുറവുണ്ടാവില്ല. പക്ഷെ സക്സസിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നവര്, ജയത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നവർ ജയിക്കാതെ വന്നാൽ, എവിടെയെങ്കിലും തോറ്റുപോയാൽ ഭയങ്കരമായിട്ട് നിരാശപ്പെടും. എന്നാൽ പ്രോസ്പർ ആയിട്ടുള്ളവർക്ക് ഒരു ഗുണമുണ്ട്, അവരൊരു കാര്യം ചെയ്യും, തോറ്റാലും ജയിച്ചാലും അവർ ഇളകത്തില്ല. അവർക്കൊരു ഉറപ്പുണ്ട്, ഐ ആം പ്രോസ്പർ. ഞാൻ ഹല്ലേലൂയ ജയിച്ചത് എന്തെങ്കിലും നേടാനായിട്ടല്ല, ഹല്ലേലൂയ ഞാൻ പ്രവർത്തിച്ചത് എന്തെങ്കിലും നേടാനായിട്ടല്ല, ഞാൻ ആ കാര്യം ചെയ്ത് എന്തെങ്കിലും നേടാനായിട്ടല്ല, ഞാൻ നേട്ടമുള്ളവനായതുകൊണ്ട്, ഞാൻ പ്രോസ്പർ ആയതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. അതിനകത്ത് റിസൾട്ട് എനിക്ക് ബാധകമല്ല, ഞാൻ ചെയ്ത പ്രവൃത്തിയിൽ ഞാൻ സന്തോഷിക്കുക. ഹല്ലേലൂയ. അപ്പൊ ആ പ്രോസ്പർ ആകുക, നമുക്കൊരു വിഷൻ ഉണ്ടാവണം. ആ വിഷന്റെ കൂടെ തന്നെ, ആ വിഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ കാര്യങ്ങൾ നോക്കരുത്, ജയപരാജയത്തെ കുറിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യരുത്. പകരമായി നിങ്ങളൊരു വിഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രാറ്റജി ഉണ്ടാവണം. അതെങ്ങനെ ചെയ്തു തീർക്കാൻ പറ്റും, അതെങ്ങനെ ചെയ്യാൻ പറ്റും, അതിന് ഞാൻ ഏതൊക്കെ ദിവസങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എത്ര മണിക്ക് ചെയ്യണം, ഒരു സ്ട്രാറ്റജി. അതിന് ഞാൻ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, അതിൻ്റെ എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, അതിന് ഞാൻ എവിടെയൊക്കെ പോകണം, എന്തൊക്കെ യാത്ര ചെയ്യണം, സ്ട്രാറ്റജി. വിഷന്റെ കൂടെ ചേർന്ന ഒരു സ്ട്രാറ്റജി വേണം. ആ സ്ട്രാറ്റജി നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവേ പറ്റും, അല്ലേ? ഈ സ്ട്രാറ്റജി സെറ്റ് ചെയ്യുമ്പം അത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനുവേണ്ടി അല്പം ചിലപ്പോൾ ഉറക്കം കളയേണ്ടി വരും, ഒരു നേരം ഒരു പക്ഷേ ഭക്ഷണം കഴിക്കാതിരിക്കേണ്ടി വരും, നിങ്ങളുടെ പണം അതിനകത്ത് ചെലവഴിക്കേണ്ടി വരും. സ്ട്രാറ്റജി ഒപ്പം കമ്മിറ്റ്മെന്റും ഉണ്ടാവും. അപ്പൊ നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറും. ഈ നമ്മുടെ ഇന്നലത്തെ കാര്യങ്ങളെല്ലാം ഓർത്ത് ആ പ്രശ്നം, ഈ പ്രശ്നം, പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ, ഈ നിങ്ങൾ ഇന്നലകളിൽ നിങ്ങൾ ചെയ്തത് ഓർക്കണ്ട, നിങ്ങൾക്ക് വിരോധമായി മറ്റുള്ളവർ ചെയ്തത് നിങ്ങൾ ഓർക്കണ്ട. നിങ്ങൾ ഹല്ലേലൂയ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നും, നിങ്ങളുടെ പാപത്തിനു വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു, അവൻ തൻ്റെ രക്തം കൊണ്ട് നിങ്ങളെ വിലയ്ക്ക് വാങ്ങി നിങ്ങളെ മക്കളും അവകാശികളുമാക്കി തീർത്ത്, ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കി തീർത്ത്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാക്കി നിങ്ങളെ തീർത്തിരിക്കുകയാണ് എന്ന സത്യം നിങ്ങൾ മറക്കരുത്. ആ ട്രൂത്ത് നിങ്ങൾ മറക്കരുത്. അതിലേക്ക് ചുവട് വെച്ച് ഓടിക്കുക. നിങ്ങൾ പരാജയപ്പെടത്തില്ല. നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടത്തില്ല. നിങ്ങളൊരു അനുഗ്രഹമായി തീരുമെന്നതിന് ഒരു സംശയം വേണ്ട. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഈ നിലകളിൽ ഒത്തിരി തെറ്റ് ചെയ്തു, അബദ്ധം പറ്റി, യെസ്. പക്ഷെ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ചിലപ്പോൾ ആളുകൾ കാണുമ്പോൾ പറഞ്ഞേക്കാം, ആമേൻ,
ഇതൊക്കെ കഴിഞ്ഞ കഥയാ. ഒരു വിത്ത് കാണുമ്പോൾ അവർ പറയും അത് കഴിഞ്ഞതാ. പക്ഷെ ഹല്ലേലൂയ, അത് അറിയാത്തൊരു കാര്യമുണ്ട്. ആ തോടിനകത്ത് ആമേൻ അതുപോലെ ആയിരങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ശക്തി ആ വിത്തിനകത്തുണ്ട്. നിങ്ങളുടെ ജീവിതം കഴിഞ്ഞു പോയി എന്ന് ലോകം പറഞ്ഞേക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ കർത്താവ് പറഞ്ഞ പോലെ ഹല്ലേലൂയ, കോതമ്പ് മണി തനിയിരുന്ന ഫലം കായ്ക്കത്തില്ല. നിലത്ത് വീണ് ചത്തുവെങ്കിൽ വളരെ ഫലം കായ്ക്കും. നിങ്ങളുടെ ജീവിതത്തിൽ കമ്മിറ്റ്മെന്റ്, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോഴുണ്ടാകുന്ന വിമർശനങ്ങൾ, ചില ചോദ്യങ്ങൾ, നിങ്ങളുടെ പരാജയങ്ങൾ നിങ്ങൾ ഹല്ലേലൂയ നിലത്ത് വീണ് ചാകാൻ അനുവദിക്കുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ അതിൽ നിരാശപ്പെടുക അല്ല ചെയ്യേണ്ടത്. വളരെ ഫലം കായ്ക്കുന്ന ഒരു ഭാവി ഉണ്ടെന്നുള്ളത് മറക്കരുത്. അവൻ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഒരു വിഷൻ സെറ്റ് ചെയ്യാം. അതിന് നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവണം, അതിനൊരു കമ്മിറ്റ്മെന്റും ഉണ്ടാവണം. ജയകരമായിട്ട് ഈ ദിവസങ്ങൾ തീരും. കർത്താവ് അതിനകത്ത് നിങ്ങളെ ബലപ്പെടുത്തും. നിങ്ങളെ അത് റീച്ച് ചെയ്യാനായിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ്, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുമ്പോൾ കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഞങ്ങൾ ഫലകരമായി തീരാനായിട്ട് ഞങ്ങളുടെ ഉള്ളിലെല്ലാം നിക്ഷേപിച്ചു വെച്ചിരിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ പാപത്തിനു വേണ്ടി ഞങ്ങളുടെ രക്തം ഒഴുക്കി, ഞങ്ങളുടെ ശാപത്തിനു വേണ്ടി അങ്ങ് മരത്തിൽ തൂങ്ങി മരിച്ചു. ഞങ്ങൾ നീതീകരിക്കപ്പെടേണ്ടതിന് അങ്ങ് പാപമായി തീർന്നു. ഞങ്ങൾ സൗഖ്യമാകേണ്ടതിന് അങ്ങ് രോഗം ചുമന്നു, രോഗം ശീലിച്ചവനായി മാറി. കർത്താവ്, ഞങ്ങൾ സമ്പന്നരാകേണ്ടതിന് അങ്ങ് ദരിദ്രനായി തീർന്ന കൃപ. കർത്താവ്, ഇന്ന് ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ കുറവും പാപങ്ങളുമല്ല ആമേൻ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ കാരണം. യേശു ക്രൂശിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തിയതിന്റെ അറിവില്ലായ്മയാണ്. പരിശുദ്ധാത്മാവേ, ഇന്ന് എന്നെ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം. അവരുടെ ജീവിതത്തിൽ കർത്താവ് അവരുടെ പാപത്തിന്, അവരുടെ പ്രശ്നങ്ങൾക്ക്, അവരുടെ രോഗത്തിന്, ദുഃഖത്തിന് പരിഹാരം വരുത്തിയതിനെ കണ്ട് ഇന്ന് യേശുവിന്റെ നാമത്തിൽ അതിനെ ജയിച്ച് മുന്നോട്ട് പോകാൻ യേശുവിന്റെ നാമത്തിൽ അപ്പോൾ ഹല്ലേലൂയ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത്, ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ട് മാറട്ടെ കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. ഓരോ പുതിയ ദിവസവും, ഓരോ പുതിയ ആഴ്ചയും, ഓരോ പുതിയ മാസവും, ഓരോ പുതിയ വർഷവും അവരുടെ ജീവിതത്തിൽ അവർ കൂടുതൽ റീച്ച് ചെയ്യുന്ന, കൂടുതൽ ഓട്ടുന്ന, കൂടുതൽ പ്രാപിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് ഈ കാലഘട്ടം മാറട്ടെ. എല്ലാ തിന്മകളെയും, എല്ലാ നെഗറ്റീവിനും, എല്ലാ ശാപത്തെയും യേശുവിന്റെ നാമത്തിൽ, അല്ലെ ഇഗ്നോറൻസിനെയും യേശുവിന്റെ നാമത്തിലെ ബ്രേക്ക് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ക്രിസ്തുവിലുള്ള വലിയ സമാധാനം അവർ വെളിപ്പെടട്ടെ, സന്തോഷം വെളിപ്പെടട്ടെ, അത്ഭുതമായി, അടയാളമായി, അനുഗ്രഹമാക്കി നിർത്തുന്നതിനായി സ്തോത്രം. ശാപം മാറിപ്പോട്ടെ, രോഗം മാറിപ്പോട്ടെ, ദാരിദ്ര്യം മാറിപ്പോട്ടെ. ക്രിസ്തു യേശുവിലുള്ള സന്തോഷവും സമാധാനവും സ്വസ്ഥതയും കൊണ്ട് അവരെ നടക്കുന്നതിനായി സ്തോത്രം. കരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാ മഹത്വം അർഹപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിൻപിലുള്ളതെല്ലാം മറന്ന് മുൻപിലേക്ക് ഓടിക്കൊണ്ട് ഒരു ലക്ഷ്യബോധത്തോടു കൂടി ഓടുക. ജയമായി തീരും. കാരണം നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിനെ നാളോളം അതിനെ തികയ്ക്കും. അവിടെ ഒരു വാക്യം പറയാതിരിക്കാൻ സാധ്യമല്ല. അല്ലെങ്കിൽ വചനം ഇങ്ങനെ, നിങ്ങൾ പ്രവർത്തിക്കുക എന്നതും ഇച്ഛിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട്. അത് ഫിലിപ്പ് ലേഖനത്തിന് 2-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ അകത്ത് ഇച്ഛ തന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കഴിവുള്ളത് കൊണ്ടുണ്ടായതല്ല. കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് ഇട്ടതാണ്. ഫിലിപ്പ് ലേഖനം 2:13 ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തിയല്ല, ദൈവം അതിനകത്ത് ഇടപെടുന്നുണ്ട്. നിങ്ങൾ അനുഗ്രഹമായി മാറും, ജയമായി തീരും, നിങ്ങൾ സക്സസ് ആകും, ഒരു ഡൗട്ടും ഇല്ല. ഗാഡ് ബ്ലെസ് യു. ആമേൻ.